കൃത്രിമമായ ഒരു പൂജ കോവിലകത്ത് നടത്താൻ പ്രതാപവർമ്മ ജ്യോത്സ്യനോട് ആവശ്യപ്പെടുന്നു. പൂജയ്ക്ക് പോകാൻ നന്ദനെ നിർബന്ധിക്കുന്ന പ്രതിഭ. പൂജയ്ക്കായി പുറപ്പെടുന്ന നന്ദനെയും മറ്റുള്ളവരും. നന്ദനെ കാത്തു നിൽക്കുന്ന ഹരിപ്രസാദ്. സമയമേറെയായിട്ടും നന്ദനെ എത്താത്തതിൽ വിഷമിക്കുന്ന ഹരിപ്രസാദ്. പൂജയിൽ പങ്കെടുക്കാൻ പ്രതാപവർമ്മയുടെ കോവിലകത്ത് എല്ലാവരും എത്തുന്നു. നന്ദന തന്റെ വിഷമം അമ്മയോട് പറയുന്നു. രാത്രിയായിട്ടും നന്ദനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തതിൽ ഹരിപ്രസാദിന് ആശങ്ക. ഇനി തുടർന്ന് കാണുക. അമ്മയുടെ അടുത്തേക്ക് ഓടിയതാ. അങ്ങനെ അവളുടെ ഇന്നത്തെ മീറ്റിംഗും പൊളിഞ്ഞു. വാ. ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ഭാസ്കരേട്ടാ? എന്ത് കുഴപ്പം? ആഹാരവും മരുന്നൊക്കെ സമയാസമയങ്ങളിൽ കൊടുത്തോണ്ടായിരുന്നത്. ആരെങ്കിലും ഇന്നിവിടെ വന്നിരുന്നു? ഇല്ല. അല്ല, ഭാസ്കരേട്ടനൊന്ന് ഓർത്തു നോക്കി. ആ, വന്നു. ആരാ? പോസ്റ്റ്മാൻ ഫോൺ ബില്ല് കൊണ്ടുവന്നതാ. കേടായ ഫോണിന് എന്താ ഫോൺ ബില്ലെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ലാൻഡ് ഫോൺ നമ്മളാ കേടാക്കിയെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. മുത്തശ്ശി, മുത്തശ്ശി, ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല മുത്തശ്ശി. അമ്മയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാ ആകെയുള്ളൊരു ആശ്വാസം. ഇപ്പൊ ആലോചിക്കുന്ന കല്യാണം ഞാൻ സമ്മതിക്കരുതെന്ന അമ്മയ്ക്കും അഭിപ്രായം. ഹരിയേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ മുത്തശ്ശി സങ്കടം. ഇന്ന് തമ്മി കാണുന്ന ഉറപ്പ് പറഞ്ഞതാ. പറഞ്ഞ സമയത്ത് ആള് വന്നിട്ടുണ്ടാവും. എന്നെ കാണാതിരുന്നപ്പോ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്തോ. എത്താൻ കഴിയില്ലെന്ന് ഒന്നും വിളിച്ചു പറയാൻ പോലെ അവസരം കിട്ടിയില്ല. എന്റെ ഫോൺ തരില്ല എന്നുള്ള വാശിയില്ല അമ്മാവൻ. എനിക്കറിയില്ല മുത്തശ്ശി എന്ത് വേണമെന്ന്. അമ്മായി, ആ ഫോണൊന്ന് തരൂ. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ഇന്നലെ എന്റെ ഫോണിൽ ആരോ കുറെ പ്രാവശ്യം വിളിച്ചു. എത്ര മിസ് കോളായിരുന്നു. എനിക്ക് പരിചയമുള്ള നമ്പറല്ല, നന്ദനയ്ക്കായിരിക്കും. വല്ല കൂട്ടുകാരും ആയിരിക്കും അല്ലേ? തിരിച്ചു വിളിച്ചു നോക്ക്. എന്തായാലും ഇത്രയും കോള് വന്നതല്ലേ. ദാ ഇപ്പൊ തരാം. ഹലോ, ഹരിയേട്ടാ, ഞാനാ. ഹരിയേട്ടാ, പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ? വരാനല്ലെങ്കിൽ പിന്നെ
എന്തിനാ എനിക്ക് വാക്ക് തന്നത്? സത്യമായിട്ടും ഞാൻ എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. എത്ര തവണയാണ് ഞാൻ വിളിച്ചത്? ഒരു റെസ്പോൺസും ഇല്ല. ഹരിയേട്ടാ പ്ലീസ്. കുഴപ്പം എന്റെ ഭാഗത്താ. എന്തോ കേട്ടു, ഉടനെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് തന്നെ വരണം. എത്ര നേരം അവിടെ കാത്തു നിന്നെന്നറിയോ? ദയവേത് ഞാൻ പറയുന്നൊന്ന് കേക്കൂ. എന്ത് സമാധാനം പറഞ്ഞാലും എനിക്കുണ്ടായ ടെൻഷന് പകരാവൂ. നേരെ ഉദയനൂര് വരണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി വാക്ക് മാറിഞ്ഞ ആളിനെ കാണുന്നത് എന്തിനാണെന്ന്. അയ്യോ, വാക്ക് മാറിയതല്ല ഞാൻ. പിന്നെ എവിടെയായിരുന്നു താൻ? എന്തുകൊണ്ട് പറഞ്ഞ സ്ഥലത്ത് വന്നില്ല? എന്തുകൊണ്ട് എന്റെ കോളുകൾ അറ്റൻഡ് ചെയ്തില്ല? അതിനെനിക്കൊരു അവസരം കിട്ടണ്ടേ? എന്റെ ഫോൺ അല്ലെന്നറിയാലോ. വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതായിരുന്നു ഞാൻ. മുത്തശ്ശിയുടെ അനുഗ്രഹവും വാങ്ങി. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെ ഓർക്കാപ്പുറത്ത് എനിക്ക് തൃശ്ശൂര് വരെ പോകേണ്ടി വന്നു. തൃശ്ശൂരോ? അമ്മയുടെ അടുത്തേക്ക്. അതെന്താ മുൻകൂട്ടി അറിയിക്കാതെ പെട്ടെന്നൊരു യാത്ര? അവിടെ ഒരു പൂജ, വലിയ ചടങ്ങായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി അത് അമ്മ തന്നെയാ വിളിച്ചു പറഞ്ഞത് ഞാൻ ചെല്ലണമെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞപ്പോ വലിയ താല്പര്യത്തോടെ കൊണ്ടുപോവാൻ അമ്മാവനും തയ്യാറായി. തിരിച്ചു വന്നപ്പോ രാത്രിയായി. ഫോണാണെങ്കിൽ അമ്മയുടെ കയ്യിലും. ഹരിയേട്ടന് വിവരം ഒന്ന് അറിയിക്കാൻ സൗകര്യം കിട്ടിയില്ല എന്നുള്ളതാ സത്യം. അമ്മയുടെ കോള് വന്നതി പിന്നെ ഫോൺ എന്റെ കയ്യിലൊന്നും കിട്ടിയില്ല. ഞാൻ എന്താ ഹരിയേട്ട ചെയ്യ? പെണുങ്ങളെ എന്നോട്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നന്ദന, ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയുന്നില്ലേ? ആളിനെ കാണുന്നുമില്ല, ഒരു വിവരം അറിയുന്നുമില്ല. എന്താ കരുതണ്ട ഞാൻ? ഒരുപാട് ദേഷ്യം വെറുപ്പും തോന്നിക്കാണു എന്നോട്. ദേഷ്യം തോന്നി, പക്ഷെ വെറുപ്പുണ്ടായില്ല. എങ്കിൽ ഞാനിപ്പോ ഈ കോൾ എടുക്കില്ലായിരുന്നല്ലോ. വിഷമായി തനിക്ക് അല്ലേ? സ്നേഹമുള്ളവരോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റൂ? എനിക്കിപ്പോ മമതാ ബാനർജിയെ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെടാൻ പറ്റൂ? സോറി. അയ്യോ വേണ്ട. സോറി പറയുന്നില്ലെന്ന് പറയാൻ വന്നതാ ഞാൻ. നമുക്കിടയിൽ എന്തിനാത്രം ഫോർമലായിട്ടുള്ള വാക്കുകൾ? നമ്മൾ ഇന്നലെ കാണാൻ തീരുമാനിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞില്ല. രജിസ്റ്റർ മാരേജിന്റെ കാര്യമായിരുന്നല്ലോ. ഇനി പ്ലാനും പദ്ധതിയൊന്നും വേണ്ട. ഒരു ദിവസം അങ്ങ് ഫിക്സ് ചെയ്യുന്നു, നമ്മളത് നടത്തുന്നു. എന്താ? അങ്ങനെ മതി. അതോ ഉദയവർമ്മയുടെ തമ്പുരാട്ടിയാവണമെന്ന് മോഹം വല്ലതും ഉണ്ടോ? എങ്കിൽ ഞാൻ മാറിത്തരാട്ടോ. ഹരിയേട്ടാ, ഒരുപാട് സമയമായില്ലേ? ഫോൺ വെച്ചോ. ഹലോ, എന്താ ഫോൺ കട്ട് ചെയ്യാത്തെ? ഹരിയേട്ടൻ എന്താ കട്ടിയാത്തെ? ആദ്യം താൻ ഫോൺ വെക്ക്. എങ്കിൽ ഒരുമിച്ചാവാം. പറഞ്ഞാലേ വിശ്വസിക്കില്ല അമ്മായി. പൂജ തുടങ്ങി അവസാനിക്കുന്ന വരെ വീടിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയായിരുന്നു ഒരു കൃഷ്ണപരുന്ത്. അതെയോ? ആ എന്താ ഇതിന് കാരണം? പൂജ നടത്തിയ ആളിന് പോലും ഒരു നിശ്ചയമില്ല. കാരണം ഞാൻ പറയാം.
എന്താ ഉദയ? ആ പരിസരത്ത് വല്ല കോഴിക്കുഞ്ഞിനെയോ എലിയോ കണ്ടു കാണും. അതിനെ റാഞ്ചാൻ ആ പരുന്ത് വട്ടമിട്ടത്. ഉദയ, ഇത് കളിമ കളി ഇല്ലട്ടാ. കൃഷ്ണപ്പരുന്ത, ശ്രീകൃഷ്ണപ്പരുന്ത്. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട എന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിന്നിക്കരുതേ ഉദയ. വിശ്വസിക്കും അമ്മായി. ഇത്തരം കാര്യങ്ങളെ ഇനി ഈ ഇരിക്കുന്ന ഉദയം വിശ്വസിക്കും. അതിനുള്ള നിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാലോ നോക്കണ്ട. ഒറ്റ തടിയായുള്ള നിന്റെ ഈ പോക്ക് എത്ര നാളേക്കാ? ദേ, നാടക ഭാഷയിൽ പറഞ്ഞല്ലേ ഉദയ, നിന്റെ ഈ ഏകാംഗാഭിനയം തീരാൻ സമയമായി. അരങ്ങിലിനി നിങ്ങൾ രണ്ടുപേരാണ് ഉണ്ടാവുക. കല്യാണ നിശ്ചയത്തിന് ഇനി എത്ര ദിവസം ഉണ്ടാവും വിചാരിച്ചിട്ടാ? എനിക്കറിഞ്ഞൂടാ. ഇവന്റെ ഇത്തരം വർത്താനം എനിക്ക് പിടിക്കാത്തത്. മറ്റാരുടെ അല്ല, നിന്റെ നിശ്ചയത്തിന്റെ കാര്യമാ പറഞ്ഞത്. ഞാനല്ലല്ലോ അത് തീരുമാനിച്ചത്. ആരായാലും തീരുമാനിച്ചു എന്നുള്ളത് നീ സമ്മതിച്ചല്ലോ, അത്രയും മതി. കേട്ടോ അമ്മായി, നന്ദൻ ഇപ്പൊ ഉദയന്നൂരാണുള്ളത്. നിശ്ചയം അവിടെ വെച്ചാ നടത്തേണ്ടത്. അതിനെന്താ, ഞങ്ങൾ അവിടം വരെ വരണോന്നല്ലേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വിദ്യരമ്മ അവിടെ ശരീരം തളർന്ന് കെടുക്കല്ലേ. ആറ്റുനോറ്റിരുന്ന് നമ്മുടെ കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ. ഒരു നിത്യരോഗി കിടക്കുന്ന വീട്ടിൽ വെച്ച് അതിന്റെ ചടങ്ങ് നടത്തണോ അമ്മായി? ഉദയന്നൂരമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണോ? ഇതൊരു ബെസ്റ്റ് ചാൻസാ. പരിഹസിക്കുകയാണെന്ന് മനസ്സിലായി. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, പ്രതാപൻ നിശ്ചയത്തിന്റെ കാര്യം പറ. അതുകൊണ്ട് ചടങ്ങ് നമുക്ക് എന്റെ വീട്ടിൽ വെച്ച് നടത്തിയാലോ? നന്ദനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. വിപുലമായ പരിപാടികളൊന്നും വേണ്ട, നമ്മൾ ബന്ധുക്കൾ മാത്രം മതി. കല്യാണം പക്ഷേ നമുക്കേ അടിപൊളിയാക്കാം. നിശ്ചയം എന്റെ കോലത്താവുമ്പോഴേ ഇവിടെയുള്ളവർക്ക് സൗകര്യ. അരമണിക്കൂറിന്റെ യാത്രയല്ലേ ഉള്ളൂ. എന്താ മായി? എനിക്ക് സമ്മതമാ. ഉദയന്റെ അഭിപ്രായം എന്താ പറയടോ? എവിടെ വെച്ച് നടത്തിയാലും വിരോധമില്ല, നടത്തിയില്ലെങ്കിലും വിരോധമില്ല. എന്താ ഉദയ ഇത്? പിന്നെ കല്യാണം കൊഴുപ്പിക്കുന്നു പറഞ്ഞല്ലോ. ആരുടെ കല്യാണ? ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. നേരത്തെ പറഞ്ഞേക്കാത്. ഇവനെന്താ ഇങ്ങനെ? എന്താ പ്രതാപ ഇത്? സാരില്ല അമ്മായി. ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിശ്ചയം വേണ്ടെന്നോ കല്യാണം നടത്തണ്ടെന്നോ അവൻ പറഞ്ഞില്ല. ചോറിനാൻ വിളിക്കുമ്പോ ചില പൊങ്ങച്ചക്കാര് ചോദിക്കില്ലേ മോരുണ്ടോന്ന്? ഇല്ലാന്ന് പറഞ്ഞാലേ എന്നാ പിന്നെ ഒരു പിടി ചോറിനാന്ന് പറയും. അതുപോലെ കണക്കാക്കിയാ മതി. അതെ അമ്മായി, നമ്മൾ ഉദ്ദേശിക്കുന്ന കടവിൽ തന്നെ ഉദയം തോണിയടിപ്പിക്കും. അമ്മായി ധൈര്യമായിട്ടിരിക്കേ. അപ്പോ നിശ്ചയം എന്റെ കോലത്ത് വെച്ച് അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഹലോ, ഹരിയുടെ തിരക്കിലാണോ? അല്ല, പറയൂ. ഇവിടെ പെട്ടെന്ന് ചില നീക്കങ്ങൾ നടന്നു ഹരിയേട്ടാ. എന്താണെന്ന് പറ. കല്യാണ നിശ്ചയത്തിനുള്ള പുറപ്പാട്. ഈ വരുന്ന വ്യാഴാഴ്ച നിശ്ചയം നടത്താനാ തീരുമാനം. വ്യാഴാഴ്ചയോ?
ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ. ഹരിയേട്ടന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. താനിങ്ങനെ വറീഡാവാതെ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ആരുമില്ല. അവര് നിശ്ചയം നടത്തും. നിശ്ചയമല്ലേ? കല്യാണം നടത്തില്ലല്ലോ. കല്യാണത്തിനുള്ള തീയതി കുറിക്കാൻ വേണ്ടിയല്ലേ ഈ ചടങ്ങ്. ഇരു കൂട്ടരും ചേർന്ന് വാക്കുറപ്പിക്കും, കുറിപ്പ് കൈമാറും. പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാവുന്നേ. ഒരിക്കലും നടക്കാത്തൊരു വിവാഹത്തിന് നിശ്ചയമാണിത്. അങ്ങനെ വിചാരിക്കേ. എന്താ, തനിക്കെന്റെ വാക്കുകളിൽ വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല. ഇനി ദിവസങ്ങളില്ല, വ്യാഴാഴ്ചയാണെന്ന് ഓർക്കണം. അന്ന് വിവാഹ നിശ്ചയം നടന്നോട്ടെ. എന്നിട്ട് നന്ദന പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യവുമില്ല. അത് ചിലപ്പോ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. അവര് വളരെ പ്ലാൻഡാ. നമ്മളും അങ്ങനെ ആയിരിക്കണം. ഈ എൻഗേജ്മെന്റ് ചടങ്ങ് ഒരു ട്രാപ്പാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂട്ടു നിൽക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഉദയവർമ്മയുമായുള്ള കല്യാണത്തിന് നന്ദന അനുകൂലമാണെന്ന് തൽക്കാലം എല്ലാരും വിചാരിച്ചോട്ടെ. അങ്ങനെ നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് താൻ പറഞ്ഞതുപോലെ കല്യാണത്തിനൊരു ഡേറ്റ് തീരുമാനിക്കുമല്ലോ. അതിനു മുമ്പ് നമ്മുടെ രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. അതെങ്ങനെയാണ്, എപ്പോഴാണ് എന്നിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് ഈ ഞാനായിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ താമസിച്ചോണ്ട് അതെങ്ങനെയാ ഹരിയേട്ടാ? അവിടെ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. തൽക്കാലം നന്ദനയ്ക്ക് മുത്തശ്ശി ഉപേക്ഷിക്കേണ്ടതായും വരും. പിന്നീട് മടങ്ങിച്ചെല്ലാം. അതിനൊക്കെ സാഹചര്യം ഉണ്ടാവൂടോ. ഹരിയേട്ടൻ വീട്ടിൽ ഇക്കാര്യം ആലോചിച്ചോ? ഇല്ല, അത് സാരമില്ല. വേണ്ടി വന്ന ഓഫീസിനടുത്തൊരു വീട് വാടകയ്ക്ക് എടുക്കാം. അത് പിന്നത്തെ കാര്യമല്ലേ. എനിക്കെന്തോ ഓരോന്നോർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് അധികം ആലോചിച്ച് കൂട്ടണ്ട. നന്ദന ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സംശയകരമായ ഒരു പെരുമാറ്റവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എന്ത് കേട്ടാലും റിയാക്ട് ചെയ്യാൻ പോകണ്ട. കഴിയുന്നതും മുത്തശ്ശിയുടെ അടുത്ത് തന്നെ നിൽക്കണം. അമ്മാവന്മാർ എന്ത് വേണേലും ചെയ്യട്ടെ. എന്നാലും നിശ്ചയം എന്നൊക്കെ പറയുമ്പോ ആ മനുഷ്യൻ എന്റെ കയ്യിൽ മോതിരം ഇടുന്ന ചടങ്ങൊക്കെ കാണില്ലേ? എനിക്കത് ഓർക്കുമ്പോ. നമ്മൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ നമുക്ക് ചിലപ്പോൾ മോതിരമൊക്കെ ഇട്ട് തരാറില്ലേ? ഇതും അതുപോലെ കൂട്ടിയാൽ മതി. ഉദയവർമ്മ സ്വപ്നം കാണട്ടെ, കൂടെ ബാക്കിയുള്ളവരും. സഫലമാകാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും. അവര് വിവാഹ നിശ്ചയം നടത്തി സമാധാനിക്കട്ടെ. ഉള്ളിലൊരു ചെറു ചിരിയോടെ താൻ ആ സീനിൽ അഭിനയിക്കുന്നു. ഓക്കെ? ഒടുവിൽ അവൻ പറഞ്ഞു നിർത്തിയിരിക്കുന്ന എന്താ? ഒന്നുകൂടി കേൾപ്പിക്കണോ? വേണ്ട, ഞാനത് എപ്പോഴേ ബൈഹാർട്ടാക്കി കഴിഞ്ഞു. താൻ, അതായത് നന്ദന, ഉള്ളിലൊരു ചെറിയ ചിരിയോടെ ആ സീനിൽ അഭിനയിക്കുന്നു. അതാണ് ആ തെണ്ടിച്ചക്കൻ പറഞ്ഞിരിക്കുന്നത്. ഏത് സീനിൽ? നമ്മൾ നടത്തുന്ന കല്യാണ നിശ്ചയ സീനിൽ. ഹരിപ്രസാദ് പറയുന്ന ചെറിയ ചിരിയില്ലേ, അത് നമുക്കുള്ള പണിയാ. അവൻ വെൽ പ്ലാൻഡ് ആണല്ലോ പ്രതാപേട്ട.
ആ പ്ലാൻ പൊളിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അവരുടെ സംഭാഷണം ചോർത്തുന്നത്. പ്രതാപേട്ടൻ ഈ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിലേ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ പണ്ടേ സ്ഥലം വിട്ടേനെ. നമ്മുടെ മൂക്കിന് താഴെ കൂടെ ഇനിയും അത് സംഭവിക്കാം. അതെങ്ങനെ? അവരെ ഒളിച്ചോടിയേക്കാമെന്ന് 2 കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുക ആ താടിക്കാരൻ ചെക്കൻ. 1, നന്ദനയുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ്. 2, ഉദയനുമായിട്ടുള്ള കല്യാണത്തിന് അവളെ സമ്മതിപ്പിക്കാതിരിക്കുക. ആ കല്യാണം നടത്താനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നന്ദനയും കൊണ്ട് ഹരിപ്രസാദ് നാടുവിട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കോ പ്രതാപേട്ട? സംഭവിക്കരുത്. ഒരു കാരണവശാലും സംഭവിക്കരുത്. അവൾക്ക് അവരെ കിട്ടരുത്, അവൻ അവളെ കെട്ടരുത്. ആ രജിസ്റ്റർ മാരേജ് മുടങ്ങണം. പകരം ഉദയനും നന്ദനയും തമ്മിലുള്ള കല്യാണം നടക്കണം. അവനുണ്ടല്ലോ ആ ഹരിപ്രസാദ്, അവൻ മനസ്സിൽ കാണുന്നതേ നമ്മൾ മാനത്ത് കാണും. അതിവിടെ കല്യാണ നിശ്ചയം എന്റെ കോലോത്ത് തൃശ്ശൂര് വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചതേ ബുദ്ധിപൂർവ. അവന്റെ കണ്ണെത്തുന്ന സ്ഥല ഇവിടം. എന്റെ വീടാവുമ്പോ അവൻ മണത്തറിയ പോലും ഇല്ല. അതെന്തായാലും നന്നായി. അത് മാത്രല്ല പ്രതിഭേ, തുടർന്നും എല്ലാം നന്നായി നടക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും. പക്ഷേ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാത്രം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഫോണാ നമ്മുടെ ആയുധം. ഇത് വെച്ചുള്ള സ്പൈ വർക്ക് തുടരണം. ഏത്?